ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ബട്ടർ ചിക്കൻ ആയാലോ? അതും റെസ്റ്റോറൻറ്റിനേക്കാൾ ടേസ്റ്റ് കിട്ടുന്ന നല്ല അടിപൊളി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക, കൂടുതൽ വലുതാക്കണ്ട. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരുണ്ടാവും. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ ഏറ്റവും നന്നായിരിക്കും. അപ്പം ഞാനിപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കിയെടുത്ത ശേഷം നമ്മുടെ ചിക്കൻ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ബട്ടറാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ ഫ്രൈ ചെയ്യാനുള്ള ബട്ടർ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു സൈഡ് കുക്കാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 സൈഡും ഫ്രൈ ആക്കി എടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു പാത്രം മതിയാവും. നമുക്ക് ഒരുപാട് കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ഒന്നും ആവണ്ട, കാരണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറിയ കളർ മാറി തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വിനിഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊരു 10-20 അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടും കേട്ടോ. ഇതിപ്പോൾ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ആ പാനിൽ തന്നെയാണ് ഞാൻ പിന്നെയും കുക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളി കളറില്ലേ?
അപ്പോൾ നമ്മൾ റെഡ് തക്കാളി തന്നെ ചേർത്ത് കൊടുത്തതാണ് കൊണ്ടാണ് ഇത്രയും നല്ല കളർ കിട്ടിയത്. പിന്നെ കാശ്മീരി ചില്ലിയാണല്ലോ ചേർത്തത്. അപ്പോൾ ഇതിപ്പോൾ തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലും കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മാഗി ക്യൂബ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്, ബട്ടർ ചിക്കനിൽ, മല്ലിയില അല്ല. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലും നല്ല മധുരം വേണമെങ്കിൽ കുറച്ച് ഹണിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂടി കൂട്ടുകയോ ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് പാകത്തിനുള്ള ഒരു സ്വീറ്റാണ്. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഞാനൊരു ചെറിയ ടീസ്പൂണോളം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഉപ്പ് ചേർക്കരുത് കേട്ടോ. സവോള വഴറ്റാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫൈനലായിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവുമല്ലോ, അത് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. ദേ ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിതിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഇതുപോലെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രഷ് ക്രീം കട്ട പിടിച്ചു പോയിരുന്നു, കാരണം ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെക്കാൻ വൈകിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കട്ടയായിപ്പോയത്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച്, ഇത് ബട്ടറൊക്കെ നല്ല മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ട് കാണാനും നല്ല ഭംഗിയുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പൊറോട്ടയുടെയോ അപ്പത്തിൻ്റെ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിന്ന് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ചെയ്ത് നല്ല റെസ്റ്റോറൻറ്റിനേക്കാൾ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.